പക്ഷെ അവിടെ എന്തുണ്ടായി? പൂന്തോട്ടത്തിന്റെ പണി തുടങ്ങി. ഫുട്ബോൾ കളിക്കാൻ ഒരു കോർട്ട്, വോളിബോൾ കളിക്കാൻ ഒരു കോർട്ട്, പിന്നെ ഞാൻ അവരുടെ കൂടെ ഒന്ന് ക്രിക്കറ്റ് കളിച്ചു. ഞാൻ MLA പോലെ ചെറുപ്പമൊന്നുമല്ല, അദ്ദേഹത്തിന് എല്ലാം കളി, ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ ക്രിക്കറ്റ് കളിക്കും, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കും, പിന്നെ ഡാൻസും ചെയ്യും. വൈറലാണ് അദ്ദേഹത്തിന്റെ ഡാൻസ്. അപ്പോ സർവകലാവല്ലഭനാണ്. ഞാൻ ഈ പ്രായത്ത് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷെ കളിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അതുകൊണ്ട് മാത്രമാണ് ഒരു വാർത്ത വന്നത്. അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ കണ്ട ഭാവം കാണിക്കില്ല. ഈ നാട്ടിൽ ഇത്രയും വലിയ മാറ്റം ഉണ്ടായിരുന്ന ആളുകൾ അറിയണ്ടേ? അതിനുവേണ്ടിയാണ് ബ്രഹ്മപുരത്ത് ഈ മാറ്റം ഉണ്ടായി. അത് കേരളത്തിനാകെ ഒരു സന്ദേശമാണ്. ബ്രഹ്മപുരത്ത് വൃത്തിയാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ കുന്നത്തൂരിൽ വൃത്തിയാക്കാൻ വല്ല പ്രയാസമുണ്ട്? കേരളത്തിൽ എവിടെയെങ്കിലും ശുചിത്വം കൈവരിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി, മാറാത്ത ഒന്നെന്താണെന്നറിയും? ആളുകളുടെ മനോഭാവം. മനോഭാവം എന്താ? ഹരിതകർമ്മസേനക്കാർക്ക് നന്നായിട്ട് അറിയണ്ടാവും. ഒരു വിഭാഗം ആളുകളുടെ മനോഭാവം, ഞങ്ങൾക്ക് മാലിന്യം ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്, ജനാധിപത്യമല്ലേ, ഞങ്ങൾ തോന്നിയതുപോലെ മാലിന്യം ഉണ്ടാക്കും, തോന്നിയതുപോലെ വലിച്ചെറിയും. പക്ഷെ സർക്കാരും പഞ്ചായത്തും മര്യാദയ്ക്ക് ഒക്കെ വൃത്തിയാക്കിക്കൊള്ളണം, അല്ലേ? ഇതല്ലേ മനോഭാവം? ഇപ്പൊ മിനിഞ്ഞാന്ന് കുന്നംകുളത്ത് നിന്നൊരു വാർത്ത, മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്ക് റോട്ടിൽ നിന്നൊരു സഞ്ചി കിട്ടി, നന്നായി ഭദ്രമായിട്ടൊക്കെ പൊതിഞ്ഞതാ. തുറന്നു നോക്കിയപ്പോ മാലിന്യം കെട്ടി പൊതിഞ്ഞിട്ട് റോഡിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് നാളെ കിട്ടി. ആരുടേത്? ടെലിഫോൺ നമ്പർ കിട്ടി, വിളിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊരു കൊറിയർ സർവീസ് എന്നാണ്, നിങ്ങൾക്കൊരു കൊറിയർ ഉണ്ട്. അപ്പൊ സന്തോഷമായി. അപ്പൊ പറഞ്ഞു, ആ ലൊക്കേഷൻ അയച്ചു തരാം. കൃത്യമായിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് ഈ സഞ്ജീവുമായിട്ട് ഈ വീട് കണ്ടുപിടിച്ച് ചെന്നു, തിരിച്ചേൽപ്പിച്ചിട്ട് വെച്ചു. എല്ലാ സാധനവും ഇല്ലേന്ന് നോക്കിക്കോളൂ, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ കയ്യോടെ പിടിച്ചല്ലോ. ഒപ്പം ഒരു കാര്യം കൂടി കൊടുത്തു, ഒരു റെസീറ്റ്, 10,000 റുപ്യ പിഴ. ചെറിയ പുള്ളിയല്ല, വിവരമില്ലാത്തോണ്ടോ വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടോ അല്ല, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, ബാംഗ്ലൂരിലെ ജോലി, നാട്ടിൽ വന്നപ്പോ ചെയ്ത പണിയാ. അപ്പൊ പറഞ്ഞു, ദയവ് ചെയ്തിട്ട് എന്റെ പേര് പത്രത്തിൽ കൊടുത്തിട്ട് അപമാനിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് അപമാനമുള്ള കാര്യമാണ് ചെയ്യുന്നതെന്ന് അറിയാം, എന്നിട്ടും ചെയ്യാണ്. അപ്പൊ ദയാദാക്ഷിണ്യം അതിലുണ്ടാവാൻ പാടില്ല. മാലിന്യം അത് ചെറുതോ വലുതോ ആവട്ടെ, ഇനി പൊതുസ്ഥലത്തോ റോട്ടിലോ വലിച്ചെറിയുന്നവരോട് ഒരു ദയം കാണിക്കരുത്. പ്രസിഡന്റ്, ചില പഞ്ചായത്തുകൾക്ക് കുറച്ചൊരു ഇളവുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇലക്ഷൻ വരാൻ അധിക സമയമില്ല, വെറുതെ വെറുപ്പിച്ച് എന്തിനാ വോട്ട് കളയണമെന്ന് ആലോചിച്ചിട്ടാണ്. ഒരു തരത്തിലുള്ള ഇളവും കാണിക്കാൻ പാടില്ല. കേരളത്തിന് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കണ്ടിടത്ത് അവരവൻ ആവശ്യമില്ലാത്തത് വലിച്ചെറിയുക എന്നതൊരു സാമൂഹിക വിരുദ്ധ സ്വഭാവമാണ്. അതിനെ കർശനമായി നേരിടണം. പ്രസംഗിച്ചതുകൊണ്ടോ ബോധവൽക്കരിച്ചുകൊണ്ടോ മാത്രം ബോധം വീഴില്ല. ബോധം വീഴണമെങ്കിൽ, ഈ മനോഭാവം മാറാത്തവർക്ക് ബോധം വീഴണമെങ്കിൽ ഒന്ന് കൊള്ളണം. ഒരിക്കൽ 10,000 ഫൈൻ അടച്ചാൽ പിന്നെ ചെയ്യില്ല. വെള്ളത്തിൽ മാലിന്യം തള്ളി 1 ലക്ഷമാണ് ഫൈൻ. 1 ലക്ഷം. പോരാത്തതിന് ജാമ്യമില്ലാത്ത വകുപ്പുകൾ. ഇത് മൈക്ക് അനൗൺസ്മെന്റിലൂടെ നാട്ടുകാരെ അറിയിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 30-ന് മുമ്പായിട്ട് മൈക്ക് അനൗൺസ്മെന്റിലൂടെ അറിയിക്കണം. ആരും മാലിന്യം വലിച്ചെറിയുന്ന സ്ഥിതി ഉണ്ടാവരുത്. ഈ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു റോട്ടിലും, ഒരു കവലയിലും, ഒരു ടൗണിലും ഒരു കടലാസ് കഷ്ണം പോലും ആരും അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന സ്ഥിതി ഉണ്ടാവരുത്. കേരളം മുഴുവൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വൃത്തിയുള്ള തെരുവുകൾ, വൃത്തിയുള്ള പൊതുസ്ഥലങ്ങൾ നമുക്കുണ്ടാവണം. മാർച്ച് 30-ഓടുകൂടി സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനം എന്ന നേട്ടം കൈവരിക്കുമ്പോൾ അതിനൊപ്പം കുന്നത്തൂരും സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി മാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത്